ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് ദേവി ഭക്തയാണ്. ഉം. അമ്മയുടെ ഭക്തയാണ്. അതായത് ഈ പ്രപഞ്ചത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് അമ്മയാണ്. പ്രകൃതിയെ മുഴുവനും നിയന്ത്രിക്കുന്നത് പ്രകൃതിയെ തന്നെ നമ്മൾ അമ്മ എന്നല്ലേ അതെ. വിചാരിക്കുന്നത്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അമ്മ നമുക്ക് ഒരു 80 വയസ്സായി എന്ന് വിചാരിക്കാം. ഉം. നമ്മുടെ അമ്മയ്ക്ക് 100 വയസ്സാണെങ്കിലും ആ അമ്മയുടെ അടുത്ത് നമ്മൾ ചെന്നിരുന്ന് ആ ചുക്കി ചുളിഞ്ഞ കൈകൾ കൊണ്ട് 80 വയസ്സായ നമ്മളെ 100 വയസ്സുള്ള അമ്മ തടകുമ്പോൾ, അല്ലെങ്കിൽ ആ അമ്മയുടെ ആ കാലിൽ ഒന്ന് തൊട്ടിരിക്കുമ്പോൾ, ആ മടിയിലൊന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ലോകത്ത് ഒരു മനുഷ്യർക്ക് നമുക്ക് തരാനായിട്ട് പറ്റില്ല. അതെ. ഇത്രയും അമ്മ സ്നേഹിയായ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വാക്ക് എന്ന് പറയുന്നത് അമ്മ എന്ന വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ. ഉം. അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളാണ്. പലരെയും എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് ഞാൻ പലരെയും പ്രതിഷ്ഠിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു അമ്മ അമ്മയായിട്ട് 100% എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയായിട്ട് തന്നെയാണ് ഓരോ അമ്മമാരെയും ഞാൻ കാണുന്നതും സ്നേഹിക്കുന്നതും. പക്ഷേ എനിക്ക് ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാവും, ഈ അമ്മമാർക്കൊക്കെ അവരുടെ മക്കളുടെ അമ്മയാവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ പ്രസവിച്ച അവരുടെ മക്കളുണ്ടല്ലോ, അപ്പം ആ മക്കളുടെ അമ്മമാരാവാൻ മാത്രമേ ആ അമ്മമാർക്ക് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിരാശയോടെ ഞാൻ ഓരോ അമ്മയുടെ അടുത്തു നിന്നും പടിയിറങ്ങും. അങ്ങനെ എനിക്ക് തോന്നുന്നു, എനിക്കൊരു 20 വയസ്സാവുമ്പോൾ തൊട്ട് ഞാൻ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്. 19 വയസ്സ് തൊട്ടിട്ട് ഇങ്ങനെ ചൊല്ലി പഠിച്ചു തുടങ്ങി. 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ ബൈഹാർട്ടായി അങ്ങനെ 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 ചൊല്ലുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത്, ഞാൻ മറ്റേത് ദൈവത്തെ ആരാധിക്കുമ്പോഴും മറ്റേത് ഭഗവാൻ, ഇപ്പോൾ ഗുരുവായൂർ പോയാലും അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും അമ്മയുടെ അടുത്തെത്തുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയും സമാധാനവും ഒരു ഭയങ്കര കംഫർട്ട് സോണാണ് അമ്മ എന്ന് പറയുമ്പോൾ. അതെനിക്ക് വേറെ എവിടുന്നും കിട്ടാറില്ല.